കോവിഡ് കാലത്തും തുടർന്നും ആളുകൾക്ക് സഹായങ്ങളുമായി എത്തിയ നടനാണ് സോനു സൂദ്. ആയിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളെ അവരുടെ വീടുകളിലെത്തിക്കാനും അദ്ദേഹം സഹായിച്ചിരുന്നു. 2020 ആദ്യത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ കുടുങ്ങിപ്പോയ കുടിയേറ്റ തൊഴിലാളികൾക്കായി അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റുകളും ബസ്സുകളും ബുക്ക് ചെയ്ത് നാട്ടിലെത്തിച്ചു. അടുത്തിടെ ബംഗ്ലാദേശിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാൻ സഹായിക്കാൻ ഇന്ത്യൻ പൗരന്മാരോട് സോനു ട്വിറ്ററിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരവധി നന്മ പ്രവർത്തികളും അദ്ദേഹം ചെയ്തിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ. പുതിയ ചിത്രമായ ഫത്തേഹിന്റെ കളക്ഷൻ അനാഥാലയങ്ങൾക്ക് നൽകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൈബർ തട്ടിപ്പിൽ നിന്ന് എങ്ങനെ സുരക്ഷിതരായിരിക്കാമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ചിത്രം കൂടിയാണിതെന്നും നടൻ കൂട്ടിച്ചേർത്തു. സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിത്രമാണ് ഫത്തേഹ്. ആളുകൾ നിരന്തരം സൈബർ തട്ടിപ്പുകൾ നേരിടേണ്ടതായി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ ചിത്രമാണിത്. സൈബർ തട്ടിപ്പിൽ നിന്ന് എങ്ങനെ സുരക്ഷിതരായിരിക്കാമെന്നും ആളുകളെ ബോധവാന്മാരാക്കും. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച സിനിമയാണിത്. സിനിമയുടെ കളക്ഷൻ വൃദ്ധസദനങ്ങൾക്കും അനാഥാലയങ്ങൾക്കും നൽകാൻ ശ്രമിക്കുമെന്നും സോനു സൂദ് പറഞ്ഞു. കല്ലഴകർ, നെഞ്ചിനിലെ എന്നീ ചിത്രങ്ങളിലൂടെ സിനിമാ ജീവിതം തുടങ്ങിയ നടനാണ് സോനു സൂദ്. 2009 പുറത്തിറങ്ങിയ അരുന്ധതി എന്ന ചിത്രത്തിലെ വില്ലൻ വേഷമായ പശുപതി എന്ന ക്യാരക്ടറിലൂടെ അദ്ദേഹം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഷഹീദ്-ഇ-അസം എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരത്തിന്റെ ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റം. ആക്ടർ, പ്രൊഡ്യൂസർ എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹം ഒരു മോഡൽ കൂടിയായിരുന്നു. സോനു സൂദ് ആദ്യമായി പ്രതിനായക വേഷം ചെയ്തത് ഹാൻഡ്സപ്പ് എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു. നെഗറ്റീവ് റോളുകൾക്ക് പുറമെ കോമഡി ത്രില്ലറുകളിലും ഫാമിലി ആക്ഷൻ സിനിമകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. 2011 പുറത്തിറങ്ങിയ കോമഡി ത്രില്ലർ ചിത്രമായ വിഷ്ണുവർദ്ധനയിലൂടെയായിരുന്നു സാൻഡൽവുഡിലേക്കുള്ള അരങ്ങേറ്റം കുറിച്ചത്. 2014 പുറത്തിറങ്ങിയ സുവാൻ സാങ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു മൻഡാരിൻ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കുറിച്ചത്. സൂപ്പർ അശോക്, അരുന്ധതി, ജോധ അക്ബർ, ആഞ്ജനേയലു, ഏക് നിരഞ്ജൻ, ദബാങ് തുടങ്ങി നിരവധി തെലുങ്ക്, തമിഴ്, ഹിന്ദി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. അരുന്ധതി എന്ന തെലുങ്ക് ചിത്രത്തിന് സോനുവിന് മികച്ച വില്ലനുള്ള ആന്ധ്രാപ്രദേശ് സംസ്ഥാന അവാർഡും മികച്ച സഹനടനുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചിരുന്നു. 2010 മികച്ച വില്ലനുള്ള IIFA അവാർഡും ദബാങ് എന്ന ചിത്രത്തിലെ വില്ലനുള്ള അപ്സര അവാർഡുകളും അദ്ദേഹം നേടി. സി സ്റ്റുഡിയോസിന്റെയും ശക്തി സാഗർ പ്രൊഡക്ഷൻസിന്റെയും ബാനറിലാണ് ഫത്തേഹ് എന്ന ചിത്രം എത്തുന്നത്. സോനുവിന്റെ സംവിധായകനായുള്ള അരങ്ങേറ്റം കൂടിയാണ് ഫത്തേഹ്. 2025 ജനുവരി 10 ചിത്രം തിയേറ്ററുകളിലെത്തും. നേരത്തെ ചിത്രത്തിന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. നടൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയും ടീസർ പങ്കുവച്ചിരുന്നു. ഒരു നടൻ മാത്രമല്ല, നല്ലൊരു വ്യക്തി കൂടിയാണ് സോനു സൂദ് എന്ന കാര്യം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും വ്യക്തമാണ്. 2022 ഏപ്രിലിൽ നടന്ന ജനപ്രിയ റിയാലിറ്റി ഷോ ആയ MTV റോഡിന്റെ അവതാരകൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോളോ ടയേഴ്സിന്റെയും എയർടെലിന്റെ പരസ്യങ്ങളിലും അദ്ദേഹം നിറ സാന്നിധ്യമായിരുന്നു. ചെയ്ത കഥാപാത്രങ്ങൾ കൂടുതലും നെഗറ്റീവ് ആയിരുന്നെങ്കിലും റിയൽ ലൈഫിൽ അദ്ദേഹത്തിന് എന്നും ഒരു പോസിറ്റീവ് ഇമേജ് ആണ് പ്രേക്ഷകരുടെ മനസ്സിലുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.